ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ടർക്കി പംകിൻ ചില്ലിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് 500 ഗ്രാം സവാളായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിനു വേണ്ടി ഗ്രൗണ്ട് ടർക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ 2 കിലോ ഗ്രൗണ്ട് ടർക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് സോട്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 300 ഗ്രാം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം 1-2 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഗ്രൗണ്ട് ടർക്കി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗ്രൗണ്ട് ചെയ്ത് വരുന്ന മീറ്റുകളെല്ലാം ഇതുപോലെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഉടച്ച് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് മീഡിയം തീയിൽ വേണം ഇത് സോട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് സോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണ് പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നല്ല സമയമെടുക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ വെള്ളം പറ്റി അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. 1 കിലോ ക്രഷ്ഡ് ടൊമാറ്റോ, 1 കിലോ പംകിൻ പ്യൂരി, 1 കിലോ റെഡ് കിഡ്നി ബീൻസ്, 1 കിലോ റൊമാനോ ബീൻസ് അല്ലെങ്കിൽ നേവി ബീൻസ് ഉപയോഗിക്കാവുന്നതാണ്. ബീൻസ് എല്ലാം സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1.25 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 ബീൻസ് കൂടെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് പംകിൻ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ക്രഷ്ഡ് ടൊമാറ്റോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ചിക്കൻ ബ്രോത്തും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മീഡിയം തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ടർക്കിയും ബീനും എല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആയിട്ട് വരണം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 70 ഗ്രാം ബ്രൗൺ ഷുഗർ, 3 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുമിൻ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സാൾട്ട്, കൂടാതെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ, 1 ടേബിൾ സ്പൂൺ ഒനിയൻ പൗഡർ, ഇത്ര ഇട്ട് കൊടുത്തത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പൊടിയൊന്നും കട്ട പിടിക്കാതെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം പറ്റി വരണം. ഇനി കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. അന്നേരത്തേക്ക് നമുക്ക് വെള്ളം നന്നായിട്ട് പറ്റി വരും. ഏകദേശം ഈ പരുവാകുന്ന നമ്മൾ വെള്ളം പറ്റിക്കണം. ഇത് ഏകദേശം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയേക്കണ ഒരു 35-40 പേർക്ക് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തോട് മാറ്റാവുന്നതാണ്. ഇങ്ങനെയാണ് ടർക്കി പംകിൻ ചില്ലി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടില്ലേ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്യാവശ്യം എരിവുള്ളൊരു ഡിഷായതുകൊണ്ട് നമുക്കും ഇത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.